ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഫോണിൽ 2-3 അല്ലെങ്കിൽ അതിലധികമോ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം. കാരണം ഇപ്പോൾ യൂട്യൂബിൽ ഒരു വലിയൊരു പ്രശ്നം പലർക്കും സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ഏതെങ്കിലും കാരണത്താൽ ഡിലീറ്റ് ആയാൽ അത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് വയലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു കോപ്പിറൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പഴയ ചാനൽ പോലും ഒരു വർഷം മുമ്പ് ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന പുതിയ ചാനലുകൾക്കും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യൂട്യൂബിൻ്റെ ഈ പുതിയ പോളിസിയുടെ പേരാണ് സർക്കംവെൻഷൻ പോളിസി. ഈ വിഷയത്തെക്കുറിച്ച് പലരും ഇപ്പോൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ചിലരുടെ വലിയ ചാനലുകൾ പോലും ഇതിൻ്റെ പേരിൽ ഡിലീറ്റ് ആയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുക. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചാനൽ ഡിലീറ്റ് ആയിരുന്നു. പിന്നീട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിച്ചിരുന്ന പുതിയ വലിയ ചാനലും സർക്കംവെൻഷൻ പോളിസി കാരണം ഡിലീറ്റായി. കാരണം യൂട്യൂബിൻ്റെ കണക്കിൽ മുമ്പ് ഡിലീറ്റായ ചാനലുമായി അതിന് ബന്ധമുള്ളതായി കണ്ടെത്തി. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സർക്കംവെൻഷൻ പോളിസി. യൂട്യൂബ് ഈ പോളിസി കൊണ്ടുവന്നത് ചില തെറ്റായ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ കാര്യം, ഒരു ചാനലിൽ യൂട്യൂബ് ഒരു ആക്ഷൻ എടുത്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ കണ്ടന്റ് മറ്റൊരു പുതിയ ചാനൽ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്നത് തടയാനാണ് ഈ പോളിസി. ഉദാഹരണത്തിന്, ഒരു ചാനലിന് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ലഭിച്ചെന്ന് കരുതുക. അതിനുശേഷം അതേ കണ്ടന്റ് മറ്റൊരു ചാനലിൽ വീണ്ടും അപ്ലോഡ് ചെയ്യുക. ഇത്തരം പ്രവൃത്തികൾ തടയാനാണ് ഈ ഒരു പോളിസി. രണ്ടാമത്തെ കാര്യം, ഒരു ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്താൽ അതേ തെറ്റ് വീണ്ടും ചെയ്യാൻ പുതിയൊരു ചാനൽ ഉണ്ടാക്കുന്നത് തടയുക. ഇനി മൂന്നാമത്തെ കാര്യം, യൂട്യൂബിൻ്റെ ഡിറ്റക്ഷൻ സിസ്റ്റത്തിനെ മറികടക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ തടയുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീഡിയോ ക്രോപ്പ് ചെയ്യുക, മിറർ ചെയ്യുക, വീഡിയോയുടെ സ്പീഡ് കൂട്ടുക, കളർ ചേഞ്ച് ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി യൂട്യൂബിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഈ പോളിസിയിൽ ഉൾപ്പെടുന്നു. ഇനി നാലാമത്തെ കാര്യം, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ആക്ഷൻ ഒഴിവാക്കാൻ മനഃപൂർവ്വം നിയമങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, യൂട്യൂബിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കുന്ന ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തടയാനാണ് യൂട്യൂബ് ഈ ഒരു പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? തെറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ചിലപ്പോൾ സാധാരണ യൂട്യൂബ് ക്രിയേറ്റേഴ്സും ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഫോണിൽ 3-4 യൂട്യൂബ് ചാനൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ അതിൽ ഒരു ചാനൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, പക്ഷേ ആ ചാനലിൽ പഴയ വീഡിയോസും ഉണ്ടാകാം. അപ്പം ഏതെങ്കിലും ഒരു വീഡിയോ ഡിലീറ്റ് ആയാൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ ചാനലിനും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ യൂട്യൂബ് ചാനലിൻ്റെയും വിവരങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. അതായത് എല്ലാ യൂട്യൂബ് ചാനലിൻ്റെയും ഇമെയിൽ ID, പാസ്വേഡ്, അതുപോലെ ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഓർത്ത് വയ്ക്കണം. കാരണം പലപ്പോഴും പ്രശ്നം വന്നാൽ പഴയ ചാനൽ ഏതാണ്, അതിൻ്റെ ഇമെയിൽ ഏതാണ്, അതിൻ്റെ പാസ്വേഡ് ഏതാണ് എന്നൊന്നും പലർക്കും ഓർമ്മ കാണില്ല. അങ്ങനെ ആ പഴയ ചാനൽ റിക്കവർ ചെയ്യാൻ കഴിയാതെ വന്നാൽ പുതിയ ചാനലിനും പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. സർക്കംവെൻഷൻ പോളിസി കാരണം നിങ്ങളുടെ പുതിയ ചാനൽ ഡിലീറ്റ് ആയാൽ ആദ്യം പ്രശ്നമുണ്ടാക്കിയ പഴയ ചാനൽ റിക്കവർ ചെയ്യേണ്ടി വരാം. അപ്പോൾ അതുകൊണ്ട് പുതിയ ചാനലിലെ വിവരങ്ങൾ സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു ചാനൽ റിക്കവർ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം നിങ്ങളുടെ ചാനൽ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ആയത് എന്ന് മനസ്സിലാക്കുക. യൂട്യൂബ് ഒരു ചാനൽ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ സാധാരണയായി ഒരു ഇമെയിൽ നിങ്ങൾക്ക് വരുന്നതാണ്. അതിൽ കാരണം കൃത്യമായിട്ടും കാണിക്കും. അത് കോപ്പിറൈറ്റ് ആണോ, അതോ സ്പാം ആണോ, അല്ലെങ്കിൽ ഹാർംഫുൾ ആൻഡ് ഡേഞ്ചറസ് കണ്ടന്റ് ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോളിസി വയലേഷൻ ആണോ? ഈ കാരണം നിങ്ങൾ ആദ്യം കണ്ടെത്തണം. ശേഷം നിങ്ങൾക്ക് അപ്പീൽ നൽകുക. അതിന് ChatGPT ഉപയോഗിച്ച് ഒരു അപ്പീൽ ഫോർമാറ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഉദാഹരണത്തിന്, എൻ്റെ യൂട്യൂബ് ചാനൽ ഹാർംഫുൾ ആൻഡ് ഡേഞ്ചറസ് പോളിസി കാരണം ടെർമിനേറ്റ് ചെയ്തു, എന്നാൽ ഞാൻ ആ പോളിസി വയലേറ്റ് ചെയ്തിട്ടില്ല. യൂട്യൂബിലേക്ക് അപ്പീൽ ചെയ്യാൻ എനിക്കൊരു ഫോർമാറ്റ് തരൂ എന്ന് ചോദിച്ചാൽ ഒരു അപ്പീൽ ഫോർമാറ്റ് ChatGPT നിങ്ങൾക്ക് തരും. അത് കോപ്പി ചെയ്ത് യൂട്യൂബ് അപ്പീലിൽ സമർപ്പിക്കാം. അതുപോലെ പഴയ ചാനലിൻ്റെ ഇമെയിൽ പോലും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ സർക്കംവെൻഷൻ പോളിസി കാരണം പുതിയ ചാനൽ ഡിലീറ്റ് ആയ സാഹചര്യത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശദീകരിക്കുന്ന അപ്പീൽ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുക. പിന്നീട് യൂട്യൂബ് പരിശോധിച്ച് തീരുമാനമെടുക്കും. അപ്പോൾ യൂട്യൂബിന് നിങ്ങളുടെ ചാനലിൽ പ്രശ്നമില്ലെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആ ചാനൽ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പോളിസി വയലേഷൻ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ തിരികെ ലഭിക്കണമെന്നില്ല. അപ്പം അവസാനമായി നിങ്ങൾ ഓർക്കേണ്ട കാര്യം, സർക്കംവെൻഷൻ പോളിസി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ്. നിങ്ങളുടെ ഒരു ചാനൽ പോലും ഡിലീറ്റ് ആയാൽ നിങ്ങളുടെ മറ്റു ചാനലും പ്രശ്നമുണ്ടാകാൻ അതുകൊണ്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ചാനലിൻ്റെയും ഇമെയിൽ ID, പാസ്വേഡ് എന്നിവ നിങ്ങൾ സൂക്ഷിക്കുക. പഴയ ചാനലിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതുപോലെ സുരക്ഷിതമായി യൂട്യൂബ് ഉപയോഗിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.